ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ നടുവേദനയിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഒരു 20% വേദന കുറവുണ്ട്. ബാക്കി സ്റ്റിൽ അവിടെ തന്നെയുണ്ട്. രാവിലെ എഴുന്നേറ്റു വന്നപ്പോഴേക്കും എൻ്റെ അമ്മ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അമ്മ കളിയാക്കാണ്, ഒന്നും വേണ്ടല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു കുറച്ച് പുട്ടും കുറച്ച് കടലക്കറി എടുത്തോളൂ, എൻ്റെ പൂത്ത് നിൽക്കുന്നത് നീ ഒന്ന് വീഡിയോ എടുത്ത് എന്ത് ഭംഗിക്ക് നിൽക്കണമെന്ന് പറഞ്ഞു. പിന്നെ ശരി അമ്മ പറഞ്ഞതല്ലേ എന്ന് കരുതി അമ്മയുടെ ബൊഗൈൻ വില്ലയുടെ വീഡിയോസ് എടുക്കുകയാണ്. അതിൽ വൈറ്റ് ഫ്ലവർ നന്നായിട്ട് പൂത്ത് നിൽപ്പുണ്ട്. അതൊന്ന് കാണിക്കാനാണ് പറഞ്ഞത്. ഇത് മുന്നിൽ നിറയെ ഒരു ഇല ഇല്ലാണ്ട് പൂത്ത് നിൽക്കുമായിരുന്നു കേട്ടോ. എന്ത് ഭംഗിയായിരുന്നെന്നറിയോ. ഇപ്പോൾ പക്ഷെ അങ്ങനെ പൂക്കുന്നില്ല. എങ്കിലും ഇപ്പോൾ വീണ്ടും ആ വെള്ളപ്പൂ നന്നായിട്ട് പൂത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് കാണിച്ചതാണേ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പുട്ടും കടലക്കറിയാണ്. എൻ്റെ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റാണ്. ഇപ്പോൾ ഗുളികയൊക്കെ കഴിക്കുന്നത് കൊണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ 57 kg വീണ്ടും ആയതാണ്. ടാബ്ലറ്റൊക്കെ കഴിക്കുന്നുണ്ട്, അത്യാവശ്യം വീട്ടിൽ നിന്നൊക്കെ നന്നായിട്ട് ആഹാരം കഴിക്കുന്നുണ്ട്. ആൻറ്റിബയോട്ടിക്സ് എടുക്കുന്നതല്ലേ, അപ്പോൾ പിന്നെ ഫുഡ് കഴിക്കാതെ പറ്റില്ലല്ലോ. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ നന്നായിട്ട് കാര്യമായിട്ട് കഴിച്ചുകൊണ്ടേയിരിക്കും. കഴിച്ചില്ലെങ്കിൽ വേറെ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ടാബ്ലറ്റ്സ് കഴിക്കണമല്ലോ എന്ന് കരുതി ഫുഡ് കഴിച്ച് വീണ്ടും പഴയതുപോലെ എത്തിയെന്ന് തോന്നുന്നു. ഇതാണ് എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമ്മളൊന്ന് മെലിയാൻ നോക്കുമ്പോൾ തിരിച്ച് വേറെ എന്തെങ്കിലുമൊക്കെ വരും കേട്ടോ. അപ്പോൾ മെലിയലും നടക്കില്ല, ഒന്നും നടക്കില്ല. ഇന്നത്തെ വീഡിയോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് ആണ്. ശരിക്കും പറഞ്ഞാൽ ചിമയ്ക്ക് ഇനി നെക്സ്റ്റ് വീക്ക് എന്തോ ചെക്കപ്പ് ഉണ്ട്. അപ്പോൾ March 19 എന്തോന്ന് ഡ്യൂ ഡേറ്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുവരെ പോകുമെന്ന് അറിയത്തില്ല. ഇനിയിപ്പോൾ ബാഗെല്ലാം പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് വയ്ക്കുക, എപ്പോഴാണ് ആവശ്യം വരുന്നതെന്ന് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാവർക്കും ഒന്ന് പാക്ക് ചെയ്ത് വയ്ക്കാമെന്ന് കരുതി. നെക്സ്റ്റ് വീക്ക് ചെക്കപ്പിന് ചെല്ലുമ്പോൾ മേ ബി ഇനി അഡ്മിറ്റ് ആവാനെങ്ങാനും പറഞ്ഞല്ലോ. അതുകൊണ്ട് എല്ലാം റെഡി ആക്കിയൊക്കെ വയ്ക്കുക. അപ്പോൾ പിന്നെ അഡ്മിറ്റ് ആവാൻ പറഞ്ഞാലും പാക്കിങ് എന്ന് പറഞ്ഞിട്ട് ഉണ്ടാവില്ലല്ലോ. എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. ഡെലിവറിക്ക് കുറച്ച് ദിവസം മുന്നേ ഹോസ്പിറ്റൽ ബാഗെല്ലാം പാക്ക് ചെയ്ത് സെറ്റാക്കി വയ്ക്കും. സോ ഇന്നത്തെ വീഡിയോയിൽ അതുകൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ബാഗ് പാക്കിംഗ് എല്ലാം. ഇത് അതിൻ്റെ ഭാഗമല്ല കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ചീമയുടെ ഷോർട്സാണ്. ഷോർട്സ് അല്ല, 3/4 പാൻസ് ആണ്. അതിന് വേദയ്ക്ക് എൻ്റെത് അമ്മയുടേത് ചീമയുടേതൊക്കെ ഇടാനാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ ചീമ ഇത് ശരിക്കും പറഞ്ഞാൽ അവൾക്ക് ഇനി ഇടാൻ പറ്റത്തില്ല. അവൾ കളയുക, ആർക്കെങ്കിലും കൊടുക്കുക, എന്തെങ്കിലും ചെയ്യട്ടെന്ന് പറഞ്ഞ് വേറെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. നല്ലതാട്ടോ. അങ്ങനെ മാറ്റിയിട്ടിരുന്നു. അതിനെ വേദ ചെന്ന് പൊക്കി പിടിച്ചെടുത്തുകൊണ്ട് വന്നിട്ട് ഇന്നലേക്ക് ഇത് ഇട്ടുകൊണ്ടാണ് കേട്ടോ നടന്നത്. അപ്പോൾ വേദയ്ക്ക് ഭയങ്കര വലുത്. അങ്ങനെ അമ്മ പറഞ്ഞ് നീ എടുത്തിട്ട് വാ, ഞാൻ അതിനെ കട്ട് ചെയ്ത് ഷോർട്സ് ആക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഓരോ പാൻസിനെ കട്ട് ചെയ്ത് അമ്മ ഷോർട്സ് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാട്ടോ. അമ്മയുടെ സ്വിങ് മെഷീൻ ഉണ്ടല്ലോ, അതുകൊണ്ട് അമ്മയ്ക്ക് തച്ച് കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് എല്ലാം കൂടി ഇരുന്ന് കട്ട് ചെയ്ത് അളവൊക്കെ പിടിച്ച് മുറിച്ചൊക്കെ എടുക്കുക കേട്ടോ. അതിൽ 1-2 വളരെ മോശമായിട്ടുള്ളതുണ്ട്, അത് കളയാനായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. ബാക്കി കൊള്ളാവുന്ന 2-3 എടുത്ത് ഇതുപോലെ കട്ട് ചെയ്ത് വേദയുടെ അളവിന് ഷോർട്സിൻ്റെ രീതിയിൽ കട്ട് ചെയ്തൊക്കെ വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടപ്പോൾ ഇതെന്താണ് സാധനം, ഇതിനകത്ത് എന്താണ് സംഭവം എന്നൊക്കെ ചോദിച്ചു. ഇത് ആക്ച്വലി ഒരു സ്റ്റൂളാട്ടോ. നമ്മളെവിടെയോ പോയപ്പോൾ ഈ ഹിന്ദിക്കാരിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത്, ഈ വലിയ ബേസണും ചെയറും ഒക്കെ വെച്ചുകൊണ്ടിരിക്കില്ല, അവരുടെ കയ്യിൽ ഇത് വെച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ നല്ല രസം തോന്നി. ചെടി വയ്ക്കാൻ നമ്മൾ പ്ലാസ്റ്റിക് പൂവ് വയ്ക്കാൻ വേണ്ടിയിട്ട് അതിന് സ്റ്റാൻഡ് കുറച്ച് ഹൈറ്റിന് വേണ്ടിയിട്ട് വാങ്ങിച്ച സ്റ്റൂളാണ്. ഒരെണ്ണം വാങ്ങിയപ്പോൾ കൊള്ളാം, അങ്ങനെ 2 വാങ്ങിയിട്ട് അതിങ്ങനെ ഓപ്പൺ ചെയ്തൊക്കെ വയ്ക്കാൻ പറ്റുമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വന്ന് ചുമ്മാ വെച്ചുകൊണ്ടൊക്കെ വന്നിട്ട് ഇതിൽ പക്ഷേ ഇരിക്കാൻ പറ്റത്തില്ല. ഇതിൽ ഒരെണ്ണം അച്ഛൻ്റെ മെഡിസിൻ ഷോപ്പുകളൊക്കെ അച്ഛൻ്റെ മെഡിസിൻ വയ്ക്കുന്ന സ്റ്റോറേജ് ബോക്സും ഒരെണ്ണം അമ്മയുടെ മെഡിസിൻ വയ്ക്കുന്ന സ്റ്റോറേജ് ബോക്സും കേട്ടോ. ഇത് ഇരിക്കുന്ന സ്റ്റൂളാണ്, പക്ഷേ വെയിറ്റ് ഉള്ളവർ ഇരുന്നാൽ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഇരിക്കാൻ പറ്റത്തുള്ളൂ. നമ്മളൊക്കെ വലിയൊരു ഇരുന്നാൽ അത് പൊട്ടിപ്പോട്ടും, ക്വാളിറ്റി ഇല്ലാത്ത പ്ലാസ്റ്റിക്കാണ്. പക്ഷേ അതിനകത്ത് ഇങ്ങനെ സ്റ്റോറേജ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ വയ്ക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ ഞാൻ രാവിലെ എൻ്റെ ഗുളികയും കാര്യങ്ങളൊക്കെ കഴിച്ച് ഒരു സിറപ്പുണ്ട്, അത് കുടിച്ചാൽ പിന്നെ എനിക്ക് എഴുന്നേക്കാൻ പറ്റില്ല കേട്ടോ. അത് കുടിച്ച് ഞാൻ കിറങ്ങി കിടക്കുകയാണ്. അപ്പോൾ അതേ ഇവിടെ ചീമ ചക്കയെല്ലാം പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അറിഞ്ഞില്ല കേട്ടോ, വേദ വീഡിയോ എടുത്ത് വെച്ചിരിക്കുകയായിരുന്നു. ഞാൻ അറിഞ്ഞില്ല. ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴാണ് ഞാൻ കിടക്കുന്ന വീഡിയോ എല്ലാം വേദ പറയാതെ തന്നെ എടുത്തു തന്നു. സാധാരണ പറഞ്ഞിട്ട് എഡിയെന്ന് പറഞ്ഞാൽ പോലും അവൾക്ക് എടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇതിവിടുന്ന് നല്ല വരിക്കച്ചക്ക കിട്ടി, അതിനെല്ലാം പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നേരെ വേദ എങ്ങോട്ടേക്കാണ് പോകുന്നത്, കിച്ചണിലേക്കാണ്. അമ്മ എന്തോ പിടിപ്പത് ജോലിയിലിരിക്കുകയാണ്. ഫിഷ് കട്ടിങ്ങിലിരിക്കുകയാണ്. ചാള മീനാണ് ഇന്നത്തെ മീൻ. അച്ഛനാട്ടോ ചക്ക വെട്ടി വൃത്തിയാക്കിയത്. ഇന്ന് ചാള മീനാണ്. ചാള മീൻ വറുത്തത്, പച്ചടി, തോരൻ, ഉള്ളിപ്പൂ തോരനൊക്കെയാണ് ഇന്നത്തെ മെനു ഉച്ചത്തെ.
ഓക്കെ, എന്തായാലും ചീമ ചക്ക വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഇനി നമ്മുടെ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം ബേബിയുടെ പാക്ക് ചെയ്യാമെന്ന് കരുതി. നമുക്ക് ഹാപ്പി ഹഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് വന്ന ഒരു ബാസ്ക്കറ്റ് ആട്ടോ ഇത്. അവർ ബാസ്ക്കറ്റ് മാത്രമല്ല വേറെയും കുറച്ച് ഐറ്റംസ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ റീൽസ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബേബി ഐറ്റംസ് ഒക്കെ വേണമെങ്കിൽ അവരെ ഒന്ന് കോൺടാക്ട് ചെയ്യാം. ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ താഴെ മെൻഷൻ ചെയ്തേക്കാവേ. പിന്നെ ബേബിക്കുള്ളതെല്ലാം ഈ ബാസ്ക്കറ്റിൽ തന്നെ അങ്ങ് മടക്കി പറക്കിയൊക്കെ വയ്ക്കാമെന്ന് കരുതി. ചീമയ്ക്കുള്ളത് സെപ്പറേറ്റ് ആയിട്ടും പിന്നെ ബൈസ്റ്റാൻഡറായിട്ട് അമ്മയാണല്ലോ, അമ്മയ്ക്കുള്ളത് സെപ്പറേറ്റ് ആയിട്ട് കേട്ടോ. അപ്പോൾ ഇത് ആദ്യം ബേബിക്കുള്ള ടവൽസ്, പിന്നെ ജബ്ലാസ്, നാപ്പീസ്, അങ്ങനെയൊക്കെ വേണ്ട കുറേ സാധനങ്ങളുണ്ടല്ലോ, ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും. അപ്പോൾ ഓരോന്ന് ആദ്യം ചിലപ്പോൾ ഇനി ഹോസ്പിറ്റൽ അവർ ചോദിക്കില്ലേ കുഞ്ഞിന് ചിലപ്പോൾ ടവലും കാര്യങ്ങളൊക്കെ, ആ ഒരു സെറ്റ് ആദ്യം മുകളിൽ വെച്ചിട്ട് ബാക്കിയെല്ലാം താഴത്തേക്ക് അങ്ങനെ അടുക്കി പറക്കാമെന്നൊക്കെ പറഞ്ഞ് ഓരോന്നായിട്ട് അടുക്കാണ്. ടവൽസ് എല്ലാം മടക്കുകയാണ്. നമ്മളന്ന് വാഷ് ചെയ്തിട്ടില്ലേ, അതെല്ലാം കൂടി ചുരുണ്ട് കൂടി ആകെ കൂടി നാശമായിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ പിന്നെ കരുതി ഒന്ന് അയൺ ചെയ്ത് മടക്കാമെന്ന് കരുതി. അത്രയ്ക്ക് ചുക്കി ചുളുങ്ങിയിരിക്കുന്നു. ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുഞ്ഞുങ്ങളുടെ തുണികൾ പിഴിഞ്ഞിടാൻ പാടില്ല, ഒന്ന് വെള്ളത്തിൽ മുക്കി നേരെ അങ്ങ് ഇടണമെന്ന്. അത് അറിയത്തില്ലായിരുന്നു കേട്ടോ. താങ്ക് യു സോ മച്ച് അത് പറഞ്ഞു തന്നതിന്. ഒരു പക്ഷേ നമ്മളിങ്ങനെ പിഴിഞ്ഞൊക്കെ ഇട്ടത് കൊണ്ടാവാം ചുളുക്കൊട്ടും മാറുന്നില്ല, അത് അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ കരുതി അയൺ ചെയ്തിടാന്ന്. ഈ ഒരു ടവലെല്ലാം ഹാൻഡ് വർക്ക് ചെയ്ത് എനിക്ക് ഒരാൾ കൊളാബായിട്ട് ചെയ്തു തന്നതാണ്. അത് മിലൻസ് ബൈ മിന്ന എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് കേട്ടോ വന്നത്. അത് കൈ കൊണ്ട് ത്രെഡ് വർക്കൊക്കെ ചെയ്ത് നമ്മുടെ കുഞ്ഞുടുപ്പിലൊക്കെ ചെയ്ത് തരുന്നതാണ്, അവർ തന്നതാണത്. ഓക്കെ, ഇതൊക്കെ ബേബി ഷീറ്റും കാര്യങ്ങളും ഇതൊന്നും അയൺ ചെയ്തിരുന്നില്ല. വാവയുടെ നാപ്പീസും അയൺ ചെയ്യുന്നൊന്നുമില്ല. ജബ്ലാസ് ഇടുന്ന ഡ്രസ്സില്ലേ, മുകളിലിടുന്ന ഡ്രസ്സ്, അതും ഫുൾ ചുരുണ്ടുകൂടി വല്ലാതെ വൃത്തികേടായിട്ടിരിക്കുന്നു. അത് കോട്ടണിലാണ്, ഒന്നും അത് അയൺ ചെയ്തിട്ട് പോലും ആ ചുളുക്ക് മാറുന്നില്ല, അങ്ങനെ ആയിപ്പോയി കേട്ടോ. പിന്നെ മറ്റ് ബനിയൻ ക്ലോത്തിൽ അത് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അങ്ങനെ ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടാണ് ജബ്ല എടുത്ത് അയൺ ചെയ്യാമെന്ന് കരുതിയത്. ബേബിയുടെ ബാഗിൽ ടവല്, പിന്നെ ഈ ഷീറ്റ് ഉണ്ടല്ലോ, എന്താണ് ഇത്, ഈർപ്പം പിടിക്കുന്ന ഷീറ്റാണ്, അങ്ങനത്തെ ഷീറ്റ്. പിന്നെ എനിക്കതിൻ്റെ സത്യം പേരൊന്നും അറിയില്ല കേട്ടോ. ഇപ്പോൾ ഇതൊക്കെ വേദയ്ക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. നാപ്പീസും കാര്യങ്ങളൊക്കെ വേദയ്ക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ആ ഷീറ്റും ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഈ ജബ്ല, അതൊക്കെ എല്ലാ കുട്ടികൾക്കും ഉപയോഗിക്കുന്ന കാര്യങ്ങളാണല്ലോ. പിന്നെ എന്താണ് ഉപയോഗിക്കാത്തതായിട്ടൊന്നുമില്ല. പിന്നെ ഈ ബെഡും വേദയ്ക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ക്യാരി ബെഡ്, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വേദയ്ക്ക് ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. അത് എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. അപ്പോൾ ഇതെല്ലാം നാപ്പീസാണ്, അതെല്ലാം മടക്കി വയ്ക്കുകയാണ്. അതൊന്നും വലിയ കുഴപ്പമില്ല. ഇത് കണ്ടോ ചുളുങ്ങി അങ്ങ് വല്ലാതെ ആയിപ്പോയി കേട്ടോ. അത് അയൺ ചെയ്തിട്ടും ആ ചുളുക്ക് അങ്ങനെ മാറുന്നില്ല. അത് ആ കോട്ടൻ്റെ മെറ്റീരിയലാണ്, ഒട്ടും ചുളുക്കൊന്നും മാറുന്നില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ വയ്യ കേട്ടോ. പക്ഷേ ആ ബേബിയുടെ ബാക്ക് പാക്കിങ്ങും സാധനങ്ങളൊക്കെ ഒതുക്കുന്നതുകൊണ്ടിട്ട് എനിക്ക് ഒരു ഭയങ്കര അതിൽ ഇൻക്ലൂഡ് ആവാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള വിഷമം. അങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ അയൺ ചെയ്ത് തരാമെന്ന് പറഞ്ഞാണ് ഞാൻ അയൺ ചെയ്ത് കൊടുക്കുന്നത്. വീട്ടിൽ ഞാൻ അയൺ ചെയ്യുന്നത് കൊണ്ട് അത്യാവശ്യം നന്നായിട്ട് അയൺ ചെയ്യും. പക്ഷേ ഇത് ഞാൻ എങ്ങനെ നോക്കിയിട്ട് ആ ചുളുക്കൊന്നും മാറുന്നില്ല. അല്ലെങ്കിൽ അത്രയും നന്നായിട്ട് നിന്ന് അയൺ ചെയ്യണം. ജസ്റ്റ് ഒന്ന് ഒരു നീറ്റ്നെസ്സിന് വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് അയൺ ചെയ്തെടുത്തു. അങ്ങനെ ബേബിക്ക് ആവശ്യമുള്ള കളർ ഒന്നുമില്ല. ഒരുപാട് പേര് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, കളർ ഉള്ളതും ഇടാം, കളർ ഇല്ലാത്തതും ഇടാം. ചിലരൊക്കെ നൂലുകെട്ട് കഴിഞ്ഞിട്ട് തന്നെയാണ് ഇട്ടത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ കളർ ഇല്ലാത്തതാണ് കൊണ്ടുപോകാനായിട്ട് എല്ലാം എടുത്തു വെച്ചിട്ടുള്ളത്. നാപ്പീസും കുറേ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഈ കുഞ്ഞു ടവൽ, എനിക്ക് ഇതിൻ്റെ പേര് വായിൽ വരുന്നില്ല കേട്ടോ. കുഞ്ഞു ടവൽ പാലൊക്കെ കുടിച്ചിട്ട് ബേബിയുടെ മുഖമൊക്കെ ഒന്ന് തുടയ്ക്കാനുള്ള അങ്ങനത്തെ കുഞ്ഞു ടവല്. പിന്നെന്താണ്, ഇത്രയും സാധനങ്ങൾ തന്നെ കേട്ടോ. പിന്നെ ബേബിയെ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ ഇടാനായിട്ടുള്ള ഒരു സെറ്റായിട്ടുള്ള സോക്സ്, മിറ്റൻസ്, പിന്നെ റോംബർ, അത് മറ്റേ ഇങ്ങനെ കൈയും കാലും ഒക്കെ കവറായിട്ട് വരുന്ന ഡ്രസ്സ് ഉണ്ടല്ലോ, അത് ഇത്രയും കുഞ്ഞിന് വീട്ടിൽ വരുമ്പോൾ ഇടാനായിട്ട് ഒരു സെറ്റും വെച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം പിന്നെ ബർത്ത് ക്ലോത്ത്, അങ്ങനെയൊക്കെയുള്ള എല്ലാ സാധനങ്ങളും വെച്ചിട്ടുണ്ട്. ഒരു വെറ്റ് ടിഷ്യൂ, ബേബിക്കായിട്ടുള്ള ഒരു വെറ്റ് ടിഷ്യൂ, പിന്നെ ബേബി നാപ്കിൻസ് അതൊന്നും വാങ്ങിച്ചിട്ടില്ല. പാമ്പേഴ്സോ സ്നഗ്ഗിയോ അങ്ങനെ എന്തെങ്കിലും പാമ്പേഴ്സ് തന്നെയാണ് കൂടുതലും വെക്കുന്നത്. സത്യമായിട്ടും വേദയ്ക്ക് അധികമായിട്ട് ഈ പാമ്പേഴ്സ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിരുന്നു കരിയും പൗഡറൊന്നും ഇടില്ല. ഞാനും വേദയ്ക്ക് പൗഡറൊന്നും ഇട്ടിട്ടേ ഇല്ല, ഇന്ന് വരെ പൗഡർ ഇട്ടിട്ടേ ഇല്ല. പിന്നെ എൻ്റെ അമ്മ പൗഡർ ഇല്ലാതെ വീടിൻ്റെ വെളിയിൽ ഇറങ്ങത്തില്ല. അമ്മ ഇടുന്നത് കാണുമ്പോൾ കൊതിയോടെ വേദ ചെന്ന് നോക്കി നിൽക്കുമ്പോൾ വേദയ്ക്ക് അമ്മ ഇട്ട് കൊടുക്കാറുണ്ട്. അല്ലാതെ പൗഡർ എന്ന് പറഞ്ഞ സാധനം വേദയ്ക്ക് ഇടാറില്ല. കരിയും അതെ, വീട്ടിൽ നിൽക്കുമ്പോൾ വല്ലപ്പോഴൊക്കെ കൊതി തോന്നുമ്പോഴാണ് വേദയ്ക്ക് പുരികത്തും കണ്ണൊക്കെ എഴുതി കൊടുക്കുന്നത്. അല്ലാതെ ഞാൻ കരി എഴുതത്തേ ഇല്ല. എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഷുവറായിട്ട് അതെല്ലാം വെട്ടിഷു വെച്ച് മായ്ച്ച് ക്ലീൻ ആക്കിയിട്ടേ പോകത്തുള്ളൂ.
എനിക്കെന്തോ ഇഷ്ടമല്ല കേട്ടോ ഇങ്ങനെ നിറയെ പുരികത്തിലും കവിളിലും അവിടെ ഇവിടെയൊക്കെ വട്ടപ്പൊട്ടൊക്കെ ഇട്ട് നടത്തിയേക്കുന്നത് എനിക്കെന്തോ ഇഷ്ടമല്ല. അതുകൊണ്ട് ആണ്, അല്ലാതെ എനിക്കിഷ്ടമല്ലാത്തതുകൊണ്ടാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ കരിയൊക്കെ എഴുതുന്ന ഒരുപാട് കുട്ടികൾ അലർജിയായിട്ട് ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോകാറുണ്ടെന്നും നമ്മൾ റീൽസിലൊക്കെ ഒരുപാട് കാണാറുണ്ട് കേട്ടോ. പിന്നെ അത്രയും നല്ല സാധനമൊക്കെ വാങ്ങിച്ച് എഴുതിയാൽ ഓക്കെ ആയിരിക്കും. എഴുതുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് ചീമയുടെ ഇഷ്ടം, അവരുടെ കുഞ്ഞല്ലേ, അപ്പോൾ അവരുടെ ഇഷ്ടമാണ് എഴുതുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത്. അവളും അങ്ങനെ എഴുതില്ല എന്നാണ് പറഞ്ഞത് കേട്ടോ. പിന്നെ ഒരുപാട് അലർജിയുടെ ഇതൊക്കെ കാണുന്നത് കൊണ്ട് ഒട്ടും ആർക്കും താല്പര്യമില്ല, എങ്കിലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് പേര് കമൻറ്റും ചെയ്തു. ഡോക്ടേഴ്സ് തന്നെ 1-2 പേര് ഞങ്ങൾ ഡോക്ടറാണ്, ഇവിടുത്തെ ഡോക്ടറാണ്, ഒരുപാട് കുട്ടികളിങ്ങനെ ഇൻഫെക്ഷനായിട്ട് കൊണ്ടുവരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്, പല കാര്യങ്ങളും നമുക്ക് കമൻറ്റ്സ് വഴി അറിയാൻ പറ്റുന്നുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ബേബിയുടെ ബാഗ്. അതിലിനി കുറച്ച് സാധനങ്ങളോട് വെക്കാനുണ്ട്. ഞാൻ പറഞ്ഞില്ലേ പാമ്പേഴ്സ് ഒന്നും വാങ്ങിയിട്ടില്ല. വെറ്റ് ടിഷ്യൂ മുകളിലിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ മുകളിൽ അവളുടെ ബാഗ് പാക്ക് ചെയ്യാൻ പോകുമ്പോൾ വെറ്റ് ടിഷ്യൂ, പിന്നെ കുറച്ച് ബബ് ക്ലോത്ത് കൂടെ ഉണ്ട്. അതായത് ഇങ്ങനെ തോളത്തിട്ടിട്ട് നമ്മളിങ്ങനെ ഗ്യാസ് പോകാനായിട്ട് അടിക്കില്ലേ, അപ്പോൾ അത് തോളത്തിട്ടിട്ട് ആ തുണി കൂടെ ഇട്ടിട്ട് അടിക്കും. അതാണ് ബബ് ക്ലോത്ത്. അതെല്ലാം അവൾ ഇന്ന് ഇന്നലെ വന്നതല്ലേ ഉള്ളൂ, നമ്മൾ കണ്ടില്ലേ, അതിനെ വാഷ് ചെയ്തിട്ടൊക്കെയാണ്. അപ്പോൾ അതും ഇനി ഇതിൽ പാക്ക് ചെയ്യാനായിട്ടുണ്ട്. ബാക്കി കളർ വരുന്ന എല്ലാ സാധനങ്ങളും വേറൊരു കവറിലാക്കി കെട്ടി മാറ്റി വയ്ക്കുകയാണ്. നൂലുകെട്ട് വരെ ഇത് തന്നെ ഇടാതെ കഴിഞ്ഞിട്ട് കളറായിട്ടുള്ള സാധനങ്ങൾ ഇടാമെന്ന് കരുതി. ഇനിയിപ്പോൾ നൂലുകെട്ടിനൊക്കെ ഒരുപാട് പേര് കൊണ്ടുവന്ന് ഡ്രസ്സൊക്കെ കൊടുക്കുന്നു. സത്യം പറഞ്ഞാൽ വേദയ്ക്ക് കുറച്ച് വയസ്സ് വരെ ഡ്രസ്സുകളൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ. ഒരുപാട് അവൾക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മളാണെങ്കിൽ ആരെയും നൂലുകെട്ടൊന്നും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല, എങ്കിലും വിളിക്കാതെ തന്നെ പലരും വന്നിട്ട് ഒരുപാട് സാധനങ്ങൾ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഏജ് വരെയും ആ ഒരു ഡ്രസ്സുകൾ തന്നെയാണ് ഇട്ടുകൊണ്ടിരുന്നത്. കുറച്ച് പേരൊക്കെ വലിയ സൈസ് കൊണ്ടുവരും കേട്ടോ. അപ്പോൾ ഒരു വയസ്സൊക്കെ ആയാലും ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ഡ്രസ്സുകളൊക്കെ കൊണ്ടുവരും. അപ്പോൾ എന്തായാലും അങ്ങനെ ആ സാധനങ്ങളെല്ലാം സെറ്റായി. ഇനി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ളത് ബേബിയെ ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കുന്ന ബാഗ്, ഇതെനിക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ ഫീഡിങ് പില്ലോയും, ഇത് രണ്ടും ഞാൻ വേദയുടെ സമയത്ത് അധികം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് നമ്മൾ വാങ്ങിച്ചിട്ടില്ല കേട്ടോ. ഇത് നമുക്ക് ബേബി ബ്ലൂം എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് കിട്ടിയതാണേ. അവരുടെയും ഡീറ്റെയിൽസ് ഞാൻ താഴെ മെൻഷൻ ചെയ്തേക്കാം. കണ്ടോ ബേബിക്കായിട്ടുള്ള വെറ്റ് ടിഷ്യൂ, ഇതൊക്കെ വേറെ നല്ലത് നോക്കിയെടുക്കുക, അല്ലെങ്കിൽ റാഷസും കാര്യങ്ങളൊക്കെ കുഞ്ഞിന് വരും. കുഞ്ഞിൻ്റേത് തന്നെ നോക്കിയെടുക്കുക കേട്ടോ. എനിക്ക് ഒരു കമൻറ്റ് വേറെ ഉണ്ടായിരുന്നു, എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ ഹോസ്പിറ്റൽ ബാഗിൽ പാക്ക് ചെയ്യുന്നതെന്നൊന്ന് കാണിക്കാവോ, ഞാൻ ഒരു ന്യൂ മോമാണ്, എനിക്ക് കൊണ്ടുപോകാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മളും അതെ, നമുക്കും അങ്ങനെ അറിയില്ല. ഇപ്പോഴാണ് ചിമ്മയുടെ കാര്യം വന്നപ്പോഴാണ് അത്രയും ഡീറ്റെയിൽ ആയിട്ടൊക്കെ ബാഗ് പാക്ക് ചെയ്യുന്നത്. വേദയുടെ സമയത്തും ഇങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങളല്ലാതെ കുറേ സാധനങ്ങൾ ഇപ്പോൾ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത സാധനങ്ങളൊക്കെ വീണ്ടും വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതാണ്. അപ്പോൾ ചീവയുടെ ബാഗാണ് ഇനി പാക്ക് ചെയ്യുന്നത്. നൈറ്റീസ്, ഫീഡിങ് നൈറ്റീസാണ് എടുത്തിട്ടുള്ളത്. അവളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിന് തന്നെ 2-3 ഒരു 4 നൈറ്റീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് മെറ്റർണിറ്റി പാഡാണ്. ഇത് ഉറപ്പായിട്ടും വാങ്ങുക. നമ്മുടെ സാധാ പാഡൊന്നും ആ സമയം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് മെറ്റർണിറ്റി പാഡാണ്. ഇത് തന്നെ വാങ്ങുക കേട്ടോ, കാരണം അത്രയും ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള പാഡ് വാങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇത് മെറ്റർണിറ്റി പാൻറ്റീസ് ആണ്. മറ്റത് പാഡ്, ഇത് പാൻറ്റീസ്, രണ്ടും സെയിം തന്നെയാണ്. ഇത് പാൻറ്റീസ് പോലെ ഇടാതെ പാഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ന്യൂ മമ്മ ആവുന്നവർക്ക് അറിയത്തില്ല എങ്കിൽ ഉറപ്പായിട്ടും വാങ്ങാം മെറ്റർണിറ്റി പാഡ്. ഇത് ന്യൂവാ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെയാണ് അവിടെ വാങ്ങിയിട്ടുള്ളത്. പിന്നെ എന്താണ്, നമുക്കിതൊന്നും അറിയില്ല, എന്തൊക്കെ ബാഗ് പാക്ക് ചെയ്യേണ്ടത് ഒന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുമെങ്കിലും സമയമാകുമ്പോൾ നമ്മളെല്ലാം അറിയും. നമുക്ക് ബാഗ് പാക്ക് ചെയ്യാനും പറ്റും കേട്ടോ. പിന്നെ എന്ത് സാധനമാണ് വെച്ചിട്ടുള്ളത്, അത് വെച്ചപ്പോൾ വലിയ ബോക്സായിട്ടിരിക്കുന്നുണ്ട്. അടയോ ഇല്ലയോ എന്നുള്ളതൊന്നും ചെക്ക് ചെയ്യാണ്. ഇപ്പോൾ നോക്കിയപ്പോൾ അടയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അത് അടുത്തെന്ന് പറയുന്നത് ഫീഡിങ് ക്ലോത്താണ്. ഇത് നമുക്ക് ഇങ്ങനെ തലയിൽ കൂടെ ഇടുമ്പോൾ ഫുൾ കവറാവും. അപ്പോൾ നമുക്ക് എവിടെ ഇരുന്നിപ്പോൾ നമ്മൾ എല്ലാവരും ഇരിക്കുമ്പോൾ വേണമെങ്കിലും കുഞ്ഞിന് പാലൊക്കെ കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഇതാണ് ഫീഡിങ് ടവൽ കേട്ടോ. ഇത് വേണമെങ്കിൽ വാങ്ങാം, നിർബന്ധമില്ല, വേണമെങ്കിൽ വാങ്ങിയാൽ മതി. ഇതൊക്കെ ഇപ്പോൾ വന്ന കുറച്ച് പരിഷ്കാരങ്ങളാണ് കേട്ടോ. നമ്മുടെ സമയത്തൊന്നും ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് ഷോളായിട്ടും യൂസ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊരു ഫീഡിങ് ടവലാണ്. ആവശ്യമുള്ളവർക്ക് മാത്രം ഉപയോഗിച്ചാൽ മതിയേ. അത് കഴിഞ്ഞ് ഒരു ടവൽ, ഇത് തോർത്താണ് എടുത്തിട്ടുള്ളത്. ആവശ്യം ഉണ്ടാവുമല്ലോ ഹോസ്പിറ്റലിൽ, ഉറപ്പായിട്ടും ആവശ്യം വരുമല്ലോ ഒരു തോർത്തൊരു ടവൽ. കുളിയൊക്കെ കഴിഞ്ഞിട്ട് വരുമല്ലോ. പിന്നെ നമ്മളെല്ലാവരും പോയും വന്നൊക്കെ നിൽക്കുകയല്ലേ, അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ വീണ്ടും പോയും വന്നുമൊക്കെ എടുക്കാം. ഇപ്പോൾ തൽക്കാലം പെട്ടെന്നൊക്കെ ഒരു എമർജൻസി വന്നാൽ പോവേണ്ട സാധനങ്ങളാണ് ഇപ്പോൾ പാക്ക് ചെയ്യുന്നത്. പിന്നെ എന്താണ് ഇനി വേണ്ടത് എന്താണ്, ഇനി നമ്മൾ ബാഗ് പാക്ക് ചെയ്യുമ്പോൾ കാണാം, വീഡിയോയിൽ കാണാം. ഞാനും മറന്നു എന്തെടുത്ത് വെക്കുന്നതെന്ന്. അടുത്തത് ഇത് ഡിസ്പോസിബിൾ ബ്രസ്റ്റ് പാഡ്സ് ആണ്. ഇതിപ്പോൾ ചില അമ്മമാർക്ക് ഓവറായിട്ട് മിൽക്ക് വരത്തില്ലേ, അപ്പോൾ ഈ ഒരു പാഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഒരു
മിൽക്ക് ആ ഒരു പാഡിൽ അബ്സോർബായി നിൽക്കും. ഇങ്ങനെ ഓവർ ലീക്കിംഗ് ആയിട്ട് നമ്മുടെ ചിലർ ഡ്രസ്സിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ പാല് പോകുമ്പോൾ ഡ്രസ്സിൻ്റെ മുകളിലൊക്കെ പാടുണ്ടാവില്ലേ, അത് ഈ ബ്രസ്റ്റ് പാഡ് വെക്കുകയാണെങ്കിൽ അതുണ്ടാവത്തില്ല കേട്ടോ. ഇത് പിന്നെ ഹോസ്പിറ്റലിൽ ഇടാനായിട്ട് 2 ചെരുപ്പ്, പിന്നെ ബ്രഷ്, പേസ്റ്റ്, സോപ്പ്, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ. പിന്നെന്താണ്, പിന്നെ ഇന്നർ വെയേഴ്സ്, ഫീഡിങ് ബ്രാ അങ്ങനെയൊക്കെ വാങ്ങാൻ കിട്ടും. അതൊക്കെ വാങ്ങുന്നവർക്ക് വാങ്ങാം. പിന്നെ പാൻറ്റീസ്, അങ്ങനെയുള്ള കാര്യങ്ങളേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇതൊക്കെ ഈ ബ്രസ്റ്റ് പാഡൊക്കെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി. പക്ഷെ നല്ലൊരു സാധനമാണ്. ഈ പുതിയ ആദ്യമായിട്ടുള്ള അമ്മമാർക്കൊക്കെ ഭയങ്കര ഓവർഫ്ലോ ആയിട്ട് മിൽക്ക് പോകുമ്പോൾ അത് പുറത്തൊക്കെ കാണുമ്പോൾ ഒരു വൃത്തികേട് പോലെയില്ലേ, അപ്പോൾ അതിന് നല്ലതാണ്. അത് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങുക. പക്ഷേ മെറ്റേണിറ്റി പാഡ് ഉറപ്പായിട്ടും വാങ്ങുക, നിങ്ങൾക്ക് ഒത്തിരി യൂസ്ഫുൾ ആവും. പിന്നെന്താണ്, പിന്നെ ഇതൊക്കെ തന്നെ കേട്ടോ. പിന്നെ ഗൗണ് പോലത്തെ നൈറ്റി ഉണ്ടെങ്കിൽ ഭയങ്കര യൂസ്ഫുള്ളാണ്. ഇങ്ങനെ നമുക്ക് കൈ പൊക്കി ഊരി ഇടാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അത് ഒരുപാട് പേർക്ക് അന്വേഷിച്ചിട്ടുണ്ട്, പക്ഷേ ഒന്നും കിട്ടിയില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഓൺലൈനൊക്കെ ഉണ്ട്, അവൾ ഓർഡർ ചെയ്തോന്ന് എനിക്കറിയില്ല, വാങ്ങണമെന്ന് പറയുന്നുണ്ടായിരുന്നു. ഗൗണ് പോലത്തത് അത് നല്ല യൂസ്ഫുള്ളായിരിക്കും. കാരണം നമ്മുടെ അവസ്ഥ നമുക്ക് അനുഭവിച്ചവർക്കറിയാം. കൈ പൊക്കിയും ഊരിയും എണീറ്റൊക്കെ ഇടാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണെങ്കിൽ ആ ഗൗണ് പോലെ ഇടാം. അതുകൂടെ ഉണ്ടെങ്കിൽ നല്ലതാട്ടോ. അപ്പോൾ ചീമയ്ക്കുള്ള ബാഗ് പാക്കിങ്ങുമായി, നമ്മുടെ ബേബിയുടെ ബാഗ് പാക്കിങ്ങുമായി, എല്ലാ സാധനങ്ങളും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് റിസീവിങ് ടവൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുക്കത്തില്ല, അപ്പോൾ ബേബിയെ നമുക്ക് തരുന്ന ടവൽ അത് ഇനി ഹോസ്പിറ്റലിൽ നിന്ന് തരുമോ എന്താണ് ഒരു ഐഡിയ ഇല്ല. എന്തായാലും സാധനങ്ങളെല്ലാം നമ്മൾ അത്യാവശ്യം വേണ്ടതെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ്. ഓക്കെ, ഇനി നമുക്ക് ചോറ് കഴിക്കാം. ചോറ്, ഉള്ളിപ്പൂ തോരൻ. നിങ്ങളുടെ നാട്ടിൽ ഉള്ളിപ്പൂ തോരൻ വയ്ക്കുമോ എങ്കിലൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ചില സ്ഥലങ്ങളിൽ ഈ സാധനം വയ്ക്കില്ല, അതുകൊണ്ട് പറഞ്ഞതാണ്. ഉള്ളിപ്പൂ തോരൻ, പച്ചടി എന്ന് പറഞ്ഞാൽ വെള്ളരിക്ക പച്ചടി, പിന്നെ മീൻ വറുത്തത്, ചാള മീൻ വറുത്തത്. അതാണ് ഇന്നത്തെ ലഞ്ച് മെനു എന്ന് പറയുന്നത്. പിന്നെ കത്തിരിക്ക ഫ്രൈ ഉണ്ടായിരുന്നു കേട്ടോ, ബ്രിഞ്ചോൾ ഫ്രൈ. മീൻ വറുത്തതുപോലെ വറുത്ത് വെച്ചിരുന്ന ബ്രിഞ്ചോൾ ഫ്രൈ. അത്രയുമാണ് ഇന്നത്തെ കറികൾ. അത് ഞാൻ എടുത്തില്ല, അതുകൊണ്ടാണ് അതിൻ്റെ കാര്യം മറന്നുപോയത്. ഞാനിപ്പോൾ വോയിസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വേദ എൻ്റെ അടുത്തുണ്ട് കേട്ടോ. അപ്പോൾ അവളാണ് പറഞ്ഞ് കത്തിരിക്ക ഫ്രൈ കൂടി ഉണ്ടെന്ന്. അപ്പോൾ കത്തിരിക്ക ഫ്രൈ കൂടെ ഉണ്ട് കേട്ടോ. മീൻ വറുത്തതുകൊണ്ട് കത്തിരിക്ക ഫ്രൈ ഉണ്ട്. വെജിറ്റേറിയൻസിന് കത്തിരിക്ക ഫ്രൈ വെച്ച് കഴിക്കാൻ, നോൺ വെജിന് മീൻ വറുത്തത് വെച്ച് കഴിക്കാൻ. ഞാൻ കത്തിരിക്ക ഫ്രൈ ഒന്നും എടുത്തില്ല, ഞാൻ മീൻ വറുത്തതും വെച്ചാണ് കഴിച്ചത്. അപ്പോൾ നന്നായിട്ടൊരു ഉച്ച ഊണും കഴിഞ്ഞു. ടാബ്ലറ്റൊക്കെ ആൻറ്റിബയോട്ടിക്സ് എടുക്കുന്നില്ല, അപ്പോൾ ഭക്ഷണമൊക്കെ നന്നായിട്ട് കഴിക്കുക. ഉച്ച ഊണും കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും വേദയെ ട്യൂഷന് കൊണ്ടുപോകാനായിട്ട് സമയമായി. അപ്പോൾ എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകണം, ഹോസ്പിറ്റലിൽ പോയിട്ടേ വരത്തുള്ളൂ. അപ്പോൾ ബൈസ്റ്റാൻഡറിൻ്റെ ബാഗ് കൂടെ നമുക്ക് കാണണ്ടേ. അമ്മയ്ക്ക് വിഷമം, ബൈസ്റ്റാൻഡർക്ക് കൊളാവൊന്നും കിട്ടിയില്ല എന്ന്. അമ്മയ്ക്ക് വേറൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് നൈറ്റിക്ക് അടിയിലിടാനുള്ള അണ്ടർസ്കേർട്ടും ഇന്നർ വെയേഴ്സും ഇത്ര മാത്രം തന്നെ. പിന്നെ ഒരു ബെഡ്ഷീറ്റൊക്കെ എടുത്ത് വയ്ക്കണമെന്ന് പറയുന്നുണ്ടായിരുന്നു. ബ്രഷ്, പേസ്റ്റ്, ടങ് ക്ലീനർ, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ മാത്രം തന്നെ കേട്ടോ. വേറെ അഡീഷണലായിട്ട് വേറെ ഒന്നും അമ്മയ്ക്ക് കൊണ്ടുപോകാനായിട്ട് അങ്ങനെയൊന്നും ഇല്ലെങ്കിലും ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. ഇനി അത് കാണിച്ചില്ല എന്ന് പറഞ്ഞ് അമ്മയ്ക്ക് വിഷമം വേണ്ട. അപ്പം ഞാൻ പറഞ്ഞ വേദ ട്യൂഷന് കൊണ്ടുപോകാൻ ഞാൻ ഇറങ്ങി നിൽക്കുകയാണ്. ഞാൻ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വരുമ്പോൾ ലേറ്റ് ആവും, ലൈറ്റ് പോവും. അതിന് മുന്നേ വേണമെന്നുള്ള സാധനങ്ങളെല്ലാം മടക്കി പറക്കി വയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ അമ്മയും മടക്കി പറക്കി വയ്ക്കുകയാണ്. ബൈസ്റ്റാൻഡറും നമ്മുടെ ഗർഭിണികളെപ്പോലെ തന്നെ സാധനങ്ങൾ അടുക്കി പറക്കി വയ്ക്കുക കേട്ടോ. കാരണം ഗർഭിണി വയ്യാതായി പോകുമ്പോൾ കൂടെ ബൈസ്റ്റാൻഡർ പോകണമല്ലോ. അപ്പോൾ ബൈസ്റ്റാൻഡർക്കുള്ളത് അപ്പോഴും പാക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് പോകുന്നവരും അപ്പോൾ തന്നെ ബാഗെല്ലാം റെഡിയാക്കി വയ്ക്കുക. അങ്ങനെ അമ്മയ്ക്ക് ആവശ്യമായിട്ടുള്ള 1-2 നൈറ്റിയും അണ്ടർസ്കേർട്ടും ഒക്കെ മടക്കി, പിന്നെ കുറച്ച് ഇന്നർ വെയേഴ്സും ഒക്കെ എടുത്ത് വെച്ച്, പിന്നെ ബെഡ്ഷീറ്റൊക്കെ എടുത്ത് വെച്ചോന്ന് ഞാൻ കണ്ടില്ല. നീ ഇപ്പോൾ ഞാൻ പിന്നീട് എടുത്ത് വെച്ചോളാം എന്നൊക്കെ പറഞ്ഞ് എടുത്ത് വയ്ക്കുന്നത് കണ്ട് ഞാൻ പിന്നെ നിന്നില്ല. എനിക്ക് നിന്നാൽ വേദ ട്യൂഷന് വിടാനുള്ള സമയമായി. അപ്പോൾ പിന്നെ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ കൂടെ എടുത്തിട്ട് പോകാമെന്ന് കരുതി നിന്നത്. അതുകൊണ്ട് ബെഡ്ഷീറ്റൊക്കെ എടുത്ത് വെച്ചോന്ന് തോന്നുന്നു, ഞാൻ കണ്ടില്ല. ടവലോ എന്തൊക്കെയോ എടുത്ത് വെച്ച് കേട്ടോ. പിന്നെ സോപ്പ്, ചീപ്പ്, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ. ചീപ്പ് അമ്മയ്ക്ക് മസ്റ്റായിട്ട്, അമ്മയുടെ 2 ചീപ്പുണ്ട്, അതില്ലാതെ അമ്മയ്ക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അത് രണ്ടും മറക്കാതെ തന്നെ എടുത്ത് വെച്ച് കേട്ടോ. എടുത്ത് വെച്ചില്ല, ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. കാരണം ഇനി വീട്ടിൽ നിൽക്കുമ്പോഴും ചെയ്യാനൊക്കെ ഈ 2 ചീപ്പില്ലെങ്കിൽ അമ്മയ്ക്ക് പറ്റത്തില്ല. പിന്നെ അമ്മയുടെ ഗുളിക ടിൻ, മെഡിസിൻ ബോക്സ്, എവിടെ നോക്കിയാലും അച്ഛൻ്റെ അമ്മയുടെ ഗുളിക ബോക്സ് മാത്രമേ കാണത്തുള്ളൂ കേട്ടോ. അത് ഇത്രയും സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനുള്ളൂ എന്ന് കാണിക്കുകയാണേ. ആ ഡ്രോയർ തുറന്നപ്പോൾ അതിനകത്ത് എന്തൊക്കെ സോക്സോ മാസ്കോ എന്തൊക്കെ കിടക്കുന്നുണ്ട്, അതെല്ലാം എടുത്ത് മാറ്റി. എന്നിട്ട് ഇതൊക്കെ ജസ്റ്റ് കാണിച്ചു എന്നേ ഉള്ളൂ. അതെല്ലാം പുറത്തെടുത്ത് വെച്ചു. കാരണം അമ്മ ഡെയിലി ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്, അതൊന്നും
അങ്ങനെ പോകുമ്പോൾ മാത്രമേ എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അതൊക്കെ ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. എന്നിട്ട് ഞാനും വേദയും കൂടി ട്യൂഷന് പോയി. വേദയെ ട്യൂഷനാക്കി. എനിക്ക് തിരുമല വീട്ടിൽ പോകണമായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം യൂറിൻ കൾച്ചർ ചെയ്യാൻ കൊടുത്തിട്ടുള്ള റിസൾട്ട് വന്നായിരുന്നു. അതൊന്ന് ഡോക്ടറെ കാണിക്കണം. പിന്നെ തിരുമല വീട്ടിൽ പോയി. അവിടെയാണ് കഴിഞ്ഞ ദിവസം ഡോക്ടറെ കണ്ട പ്രിസ്ക്രിപ്ഷനും OP നമ്പറും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. അത് പോയി എടുക്കണം. അന്നത്തെ റിസൾട്ട് എടുക്കണം. കൾച്ചർ ചെയ്ത റിസൾട്ട് അവരെനിക്ക് വാട്സപ്പ് ചെയ്ത് തന്നു. പിന്നെ വേദയ്ക്ക് നാളെയാണ് സ്കൂളിൽ ഡാൻസ് പ്രോഗ്രാം. അതിൻ്റെ സാധനങ്ങളെല്ലാം വീട്ടിൽ ഇരിക്കുകയാണ്. ഞാൻ ഇന്ന് വീട്ടിൽ പോകാമെന്ന് കരുതി കേട്ടോ. പക്ഷേ എനിക്ക് വയ്യ. വീട്ടിൽ പോയിട്ട് ഇവിടെ ആകുമ്പോൾ ചീമെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്ത് തരും. വേദയെ റെഡിയാക്കാനും പറ്റും. വേദയെ റെഡിയാക്കണ്ടേ. അപ്പോൾ കുനിയൊക്കെ നിന്ന് എനിക്ക് എനിക്ക് നടു ശരിയായിട്ടില്ല. അതുകൊണ്ട് ഞാൻ കരുതി വേദയുടെ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് നെട്ടയത്തേക്ക് വരാമെന്നും പറഞ്ഞ് നേരെ തിരുമല വന്നു. അവൾക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുത്തു. അപ്പോൾ നമ്മൾ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നതല്ലേ ഉള്ളൂ, വാങ്ങിച്ചില്ലല്ലോ. അതുകൂടി വാങ്ങിച്ചിട്ടാണ് വന്നത്. ഇവിടെ ചെന്നപ്പോൾ ചേച്ചി ബ്ലൗസ് എല്ലാം സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഷോൾ സ്റ്റിച്ച് ചെയ്യുന്ന കാര്യം മറന്നു കേട്ടോ. പിന്നെ പെട്ടെന്ന് തന്നെ ഷോളല്ലേ 2 സൈഡ് മാത്രം ഒന്ന് അടിച്ചാൽ മതിയല്ലോ. ആ ഷോളും അടിച്ചിങ്ങ് തന്നു. എന്നിട്ട് നേരെ ഞാൻ രാമകൃഷ്ണനെ തന്നെയാണ് പോയത്. അവിടെ റിസൾട്ട് വാങ്ങണമായിരുന്നു. അപ്പോൾ ഏട്ടൻ ഇവിടെ വരാൻ, നീ ഇവിടെ വെയിറ്റ് ചെയ്ത് ഞാൻ വന്നിട്ട് കയറിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വന്നത് ഇവിടെ പോസ്റ്റ് അടിച്ച് നിൽക്കുകയാണ്. ഒരു 5 മിനിറ്റ് നിന്നപ്പോഴേക്കും ഏട്ടൻ വന്നു. എന്നിട്ട് നേരെ രാമകൃഷ്ണനെ കയറി ഡോക്ടറെ കണ്ടു. ഡോക്ടറെ കണ്ടപ്പോൾ പറഞ്ഞു ഇപ്പോൾ കഴിച്ചു. ഞാൻ 3 ദിവസത്തേക്കാണ് ആ മെഡിസിൻ വാങ്ങിയത്. അപ്പോൾ ഇന്ന് കറക്റ്റ് 3 ദിവസം ആയപ്പോഴേക്കും മെഡിസിൻ കഴിഞ്ഞു. അത് നിർത്തിയിട്ട് ഈ കൾച്ചർ ചെയ്ത റിസൾട്ടിലുള്ള ബാക്ടീരിയ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആ ബാക്ടീരിയയ്ക്ക് അനുസരിച്ചിട്ടുള്ള ടാബ്ലറ്റ് കഴിച്ചാൽ മതി, മെഡിസിൻ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ യൂറോളജി ഡോക്ടറെ കാണാൻ നിന്നപ്പോൾ യൂറോളജി ഡോക്ടർ വൈകിട്ടില്ല എന്ന് പറഞ്ഞു. എനിക്ക് ഏതെങ്കിലും ഒരു ഡോക്ടറെ കണ്ട് ഇനിയും മരുന്ന് കണ്ടിന്യൂ ചെയ്താലേ പറ്റത്തുള്ളൂ, അത്രയ്ക്ക് പെയിൻ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞെങ്കിൽ ജനറൽ OP ഡോക്ടർ തരാൻ പറഞ്ഞു. അങ്ങനെ ഒരു ജനറൽ OP ഡോക്ടറെയാണ് കണ്ടത്. അപ്പോൾ ആ ഡോക്ടർ മെഡിസിൻ ചേഞ്ച് ചെയ്ത് തന്നു. 5 ദിവസത്തേക്കൂടെ കഴിക്കാൻ പറഞ്ഞു. കുറവില്ലെങ്കിൽ വീണ്ടും യൂറിനോ സ്കാനോ ഒക്കെ ചെയ്തിട്ട് വരാൻ പറഞ്ഞു. കുറവുണ്ടെങ്കിൽ കുഴപ്പമില്ല, വരണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കേട്ട് ഡോക്ടർ ഇതെങ്ങനെ വരാനുള്ള ചാൻസ് എന്ന് വെച്ചപ്പോൾ എന്നോട് ഫസ്റ്റ് ചോദിച്ചത് ഇപ്പോഴെവിടെയെങ്കിലും ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നോ, പബ്ലിക് ടോയ്ലറ്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നോ എന്നാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞു യെസ്, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വസ്ത്രയ്ക്ക് തുണിയെടുക്കാൻ പോയിട്ട് ഒരു 2 വീക്സ് ഒക്കെ ഇല്ലേ ആവത്തുള്ളൂ. ഞാൻ പറഞ്ഞു 2 ആഴ്ച മുന്നേ ഇങ്ങനെ സേലം പോയിട്ടുണ്ടായിരുന്നു, പബ്ലിക് ടോയ്ലറ്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് തന്നെ ആയിരിക്കാം. അല്ലെങ്കിൽ യൂറിൻ പാസ് ചെയ്യാണ്ട് പിടിച്ച് വെച്ചിട്ടുണ്ടാവും, അതിൻ്റേതാവും. ഞാൻ അങ്ങനെ പിടിച്ച് വെക്കാറില്ല. എപ്പോൾ എനിക്ക് യൂറിൻ പാസ് ചെയ്യണമെന്ന് തോന്നിയാലും ഏത് പബ്ലിക് ടോയ്ലറ്റ് ആണെങ്കിലും ഇറങ്ങി ഞാൻ പോവാറുണ്ട്. അപ്പോൾ ടോയ്ലറ്റിൽ നിന്ന് കിട്ടിയ ബാക്ടീരിയ ആണ് ഇപ്പോൾ എൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ അത് തന്നെയാണെന്ന് പറയും. അപ്പോൾ വെള്ളം കുടിക്കുന്നത് കൊണ്ടോ, ജീരകവെള്ളം കുടിച്ചത് കൊണ്ടോ, കറുകപ്പട്ട വെള്ളം കുടിച്ചത് കൊണ്ടോ, അല്ലെങ്കിൽ വാട്ടർമെലൺ കുടിച്ചത് കൊണ്ടോ അല്ല എനിക്ക് ഇൻഫെക്ഷൻ വന്നത്. എനിക്ക് പബ്ലിക് ടോയ്ലറ്റിൽ നിന്ന് കിട്ടിയൊരു ഇൻഫെക്ഷനാണ് ഇത്. അത് ഞാൻ ഉറപ്പിച്ചു. കാരണം ഡോക്ടർ ആദ്യമേ ട്രാവൽ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായപ്പോൾ എൻ്റെ ഒരു വേദയുടെ ഫ്രണ്ടിൻ്റെ അമ്മ എന്നോട് ഇങ്ങനെ പറഞ്ഞു പബ്ലിക് ടോയ്ലറ്റ് യൂസ് ചെയ്താൽ വരും. അത് അപ്പോഴറിയത്തില്ല, 2-3 ആഴ്ച കഴിഞ്ഞിട്ടേ ആ ഒരു ബാക്ടീരിയ വളർന്ന് വലുതായി പ്രസവിച്ച് കുട്ടികളായ ശേഷം മാത്രമേ അറിയത്തുള്ളൂ എന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഉറപ്പിച്ചു അത് എനിക്ക് പബ്ലിക് ടോയ്ലറ്റിൽ നിന്ന് കിട്ടിയാണ്. ഇങ്ങനെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇതൊക്കെയാണ് ബുദ്ധിമുട്ട്. നമുക്ക് യൂസ് ചെയ്യാതിരിക്കാനും പറ്റത്തില്ല, യൂസ് ചെയ്താലേ പറ്റത്തുള്ളൂ. അപ്പോൾ കിട്ടുന്ന കുറച്ച് അസുഖങ്ങളാണിത് കേട്ടോ. ഹോസ്പിറ്റലിൽ മാസ്ക് ഒന്നും വെക്കാതെ ചെന്ന് കയറി. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞ് മാസ്ക് നിർബന്ധമെന്ന്. പിന്നെ അവിടെ നിന്ന് ഫാർമസിയിൽ നിന്നൊരു മാസ്ക് എല്ലാം വാങ്ങിച്ച് ഇങ്ങനെ ഇരുന്ന് ഡോക്ടറെ എല്ലാം കണ്ടിട്ട് ടാബ്ലറ്റ് എല്ലാം വാങ്ങി നേരെ വീട്ടിൽ പോയി. ഏട്ടൻ ഇവിടെ വന്നായിരുന്നു കേട്ടോ. എന്നിട്ട് ഏട്ടൻ എനിക്ക് മെഡിസിൻ എല്ലാം വാങ്ങി തന്ന ശേഷം ഞാൻ വേദയും വിളിച്ച് നേരെ നെട്ടയത്തേക്ക് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത്. പബ്ലിക് ടോയ്ലറ്റൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ സൂക്ഷിച്ചും കണ്ട് ഉപയോഗിക്കാം എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം പബ്ലിക് ടോയ്ലറ്റ് നമുക്ക് ക്ലീൻ ചെയ്തിട്ട് ചെന്ന് ഉപയോഗിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെയൊക്കെ ഉപയോഗിക്കുമ്പോൾ പറ്റും. വെള്ളം ധാരാളം കുടിക്കുക. ഇൻഫെക്ഷനൊക്കെ വന്നാലുണ്ടല്ലോ എൻ്റെ അമ്മോ, വല്ലാത്തൊരു വേദനയാണ് കേട്ടോ ആ നടുവേദന എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ.